വളാഞ്ചേരിയിൽ കോഴിമാലിന്യം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന വാഹനം അജ്ഞാതർ ആക്രമിച്ചു. വാഹനത്തിന് നേർക്കുണ്ടായ കല്ലേറിൽ ഡ്രൈവർക്ക് കല്ലുകൊണ്ട് പരിക്കേറ്റു. കോഴിമാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകാരാണ് അക്രമത്തിന് പിന്നിലെന്ന് കോഴി വ്യാപാരി സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു. നേരത്തെ നടന്ന സമരത്തെ തുടർന്ന് കോഴി വ്യാപാരികൾ നേരിട്ടാണ് ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യുന്നത്. വളാഞ്ചേരി ഒണിയിൽപ്പാലം ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് അക്രമം നടന്നത്. കടകളിൽ നിന്നും ശേഖരിച്ച കോഴിമാലിന്യം ഫാമുകളിലേക്കും മറ്റും കൊണ്ടുപോവുകയായിരുന്ന വാഹനത്തിനു നേർക്ക് അജ്ഞാതർ കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് പരിക്കേറ്റു. കോഴിമാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകാരാണ് അക്രമം നടത്തിയതെന്ന് കോഴി വ്യാപാരി സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു. നിലവിൽ വേസ്റ്റ് എടുക്കാനുള്ള അനുമതി മലപ്പുറം ജില്ലയിലെ 16 റെൻഡറിംഗ് പ്ലാന്റുകൾക്കാണ് ഉള്ളത്. അതിൽ അവരൊരു അവസരം മുതലാക്കി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ടിപ്പിംഗ് ഫീ വർദ്ധിപ്പിക്കുക, അതിനെതിരെ ചിക്കൻ വ്യാപാരികളുടെ സമരം. കോഴിമാലിന്യ പ്ലാന്റുകളിലേക്കായിരുന്നു മുൻപ് മാലിന്യം എത്തിച്ചിരുന്നത്. എന്നാൽ മാലിന്യ ശേഖരണത്തിനുള്ള ഫീസ് ട്രെൻഡിംഗ് പ്ലാന്റുകാർ നിയമവിരുദ്ധമായി വർദ്ധിപ്പിച്ചതോടെ ജൂൺ ആദ്യവാരത്തിൽ ചിക്കൻ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു. വലിയ പെരുന്നാൾ ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ കടകൾ അടച്ചിടുന്നത് വ്യാപാരികൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിനാലാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. തുടർന്ന് ബദൽ മാർഗമെന്നോണം കോഴിമാലിന്യം വ്യാപാരികൾ നേരിട്ട് പന്നിഫാം, മത്സ്യകൃഷി ഫാമുകളിലേക്ക് എത്തിക്കുകയായിരുന്നു നിലവിൽ ചെയ്തിരുന്നത്. ഇത്തരത്തിൽ മാലിന്യമായി പോകേണ്ട വാഹനത്തിന് നേരെയാണ് കല്ലേറുണ്ടായത്. കടകളിൽ ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കാൻ കഴിയാത്തൊരു സംഭവമാണല്ലോ ഇപ്പോൾ ഈ വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ റെൻഡറിംഗ് പ്ലാന്റുകളുടെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ വേസ്റ്റ് നമുക്ക് നമ്മളെ കടകളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കലക്ടർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ബദൽ സംവിധാനമായിട്ട് പന്നി ഫാമുകൾ, മീൻ വളർത്തൽ കേന്ദ്രങ്ങൾ, അതുപോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ വാഹനം. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും പ്ലാന്റുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ചിക്കൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കേരള വിഷൻ, വളാഞ്ചേരി.